അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. ഇന്ന് ജോലിയിൽ നിന്ന് പുറത്തു വരാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ ഇപ്പോൾ പൂർത്തിയാക്കിയ പ്രവൃത്തിയിൽ അഭിമാനം തോന്നും. എങ്ങനെയായാലും കുടുംബജീവിതത്തിലും അല്പസമയം ചിലവഴിച്ച് അവിടുത്തെ ബന്ധങ്ങളെക്കുറിച്ച് അറിയുക. മാത്രമല്ല അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഏരിസ് റൊമാൻസ്. അനുരാഗം ഇന്ന് സാധ്യതയുള്ള ഒരു വസ്തുതയാണ്. കാരണം ഇന്ന് വളരെ ആകർഷകമായ ഒരു വ്യക്തിയെ ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടും. ഈ വ്യക്തിയെ ജോലി സംബന്ധമായ ഒരു ഇടത്ത് വെച്ചായിരിക്കും കണ്ടുമുട്ടുവാൻ ഏറെ സാധ്യത. ഇത് വളരെ രസകരമായ ഒരു കൂടിക്കാഴ്ചയാകുവാൻ സാധ്യതയുണ്ട്. അതിലുപരി അനുരാഗ നിബിഡവും. എന്നിരുന്നാലും ഈ തീപ്പൊരി ഓഫീസ് വിടുന്നതുവരെ എരിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഏരിസ് കരിയർ. മറ്റുള്ളവരുടെ നാടകങ്ങളിൽ ഭാഗമാകാതിരിക്കുവാനായി ഇന്ന് ഓഫീസിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഓഫീസിൽ ഇന്ന് ചിലർക്ക് അവർക്കും അവരുടെ ചുറ്റിലുള്ളവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നിങ്ങൾ അവരിൽ നിന്നും അകന്നു നിൽക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മേലാളൻ നിങ്ങളുടെ ഈ ബുദ്ധിവൈഭവത്തെയും സമചിത്തതയും പ്രകീർത്തിക്കും. ഏരിസ് ഫൈനാൻസ്. വെറും ഉത്സുകത കൊണ്ട് നിങ്ങൾ സാമ്പത്തിക രംഗത്ത് ഇന്നെടുത്ത തീരുമാനം തെറ്റായി തീരും. അതുകൊണ്ട് തന്നെ ഇന്ന് ജോലി ചെയ്യുമ്പോഴും എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വികാരങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ചു നിർത്തേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും എല്ലായ്പ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ആയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരുത്തിയെന്നും വരും. ഗതിക്കനുസരിച്ച് നീങ്ങുക. ഏരിസ് ഹെൽത്ത്. ചർമ്മ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത്ഭുതപ്പെടരുത്. കഴിയുന്നതും അതിനെ അവഗണിക്കാതെ അതിനെ അതിന്റെ മുളയിലേ നുള്ളിക്കളയുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുകയാകും. കൂടാതെ ചില മാനസിക വൈഷമ്യങ്ങളും നിങ്ങളുടെ ശാന്തതയെ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ശുഭചിന്തകൾ നിലനിർത്തുക. വിപരീതമായ വൈകാരിക ചിന്തകൾ ഒഴിവാക്കുക. ടോറസ് ഓവർവ്യൂ. നിങ്ങൾ ഇന്ന് സമ്മിശ്ര വികാരത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അചഞ്ചലമായ ഈ മനോഭാവം മാറ്റി സന്തോഷമായിരിക്കുക. അതിനായി നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. പാട്ട് കേൾക്കുകയോ നൃത്തം ചെയ്യുകയോ വായിക്കുകയോ പഴയ സുഹൃത്തുക്കളുമായി സംസാരിക്കുകയോ ചെയ്യുക. ടോറസ് റൊമാൻസ്. നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്നും വളരെ അകലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ തഴയപ്പെട്ടതായും തോന്നുന്നു. ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ സന്തോഷമാണുള്ളതെങ്കിലും നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾക്കായി സമയമില്ലെന്നും അതുകൊണ്ട് തന്നെ തഴയപ്പെടുകയാണെന്നുമുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നു. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ളത് പങ്കാളിയോട് തുറന്നു പറയുക. നിങ്ങളുടെ ഈ തുറന്ന പ്രകൃതി എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഉണക്കുവാൻ സഹായിക്കും. ഈ കുറച്ച് വിഷമം പിടിച്ച ദിനങ്ങൾ എളുപ്പം കടന്നുപോകും. ടോറസ് കരിയർ. ഇന്ന് നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് നിങ്ങളുടെ തൊഴിലാളികളുടെ ഉൽപാദനക്ഷമതയും പ്രവൃത്തിയിലുള്ള നേട്ടവും വർദ്ധിപ്പിക്കാനുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള വഴികൾ കണ്ടെത്തേണ്ടി വരും. അവസാന സമയം, ലക്ഷ്യം എന്നിവ ഈ ദിവസങ്ങൾ വളരെ അസ്പഷ്ടമായതും പേടിപ്പെടുത്തുന്നതുമാണ്. അതിനാൽ വിജയം കൈവരിക്കുന്നതിന് എല്ലാവരും അധിക പ്രയത്നം ചെയ്യേണ്ടത് ആവശ്യമായി വരും. നിങ്ങളുടെ തൊഴിലാളികളെ എങ്ങനെ പ്രചോദനം നടത്താം എന്ന് ഇന്ന് തന്നെ നിങ്ങൾ സൃഷ്ടിപരമായി ചിന്തിക്കുകയും അവരെ എങ്ങനെ വിലപിടിപ്പുള്ളതാക്കണമെന്ന് തോന്നിപ്പിക്കാനും നന്ദിപൂർവ്വം അംഗീകരിക്കുവാനും മറക്കരുത്. ടോറസ് ഫൈനാൻസ്. ലാഭങ്ങൾ നിങ്ങളുടെ പ്രയത്നങ്ങൾക്കനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ലാഭം കൊയ്യും. നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനം ഒരു ബോണസിന് വഴിവെക്കുന്നത് കാണാം. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളും സേവനങ്ങളും പരസ്യപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങളുടെ വരുമാനം കൂടുതൽ ഉയരും. മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക വളർച്ച നിങ്ങൾ എത്ര കണ്ട് അധ്വാനിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. ടോറസ് ഹെൽത്ത്. ഇന്ന് ഉറങ്ങുന്നതിനു മുമ്പേ മനസ്സിനെ ശാന്തമാക്കുവാനായി കുറച്ചുനേരം ധ്യാനത്തിലേർപ്പെടുക. ഈയിടെയായി നിങ്ങൾക്ക് ചിന്തിക്കുവാൻ അനവധിയുണ്ട്. അത് നിങ്ങളുടെ രാത്രികളെ ഉറക്കമില്ലാതാക്കിയിരിക്കുന്നു. സ്വയം നിയന്ത്രണത്തിനുള്ള ചില ഉപാധികൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിന്ന് ഉറക്കമില്ലായ്മ ഇല്ലാതാക്കാം. കാലത്തെ ഉണർവോടെ എഴുന്നേൽക്കുകയുമാവാം. ജെമിനി ഓവർവ്യൂ. തൊഴിൽപരമോ വിദ്യാഭ്യാസപരമോ ആയ യാത്ര ചെയ്യേണ്ടി വരും. ഫലപ്രദമായ ഈ യാത്രകൾ ആനന്ദകരമാക്കാൻ കഴിയും. നല്ല ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത് നന്നായിരിക്കും. ജെമിനി റൊമാൻസ്. നിങ്ങളുടെ വൈകാരിക സന്തോഷത്തിനോടുള്ള അഭിവാഞ്ചയെ ഇന്ന് നിങ്ങളുടെ പങ്കാളി അംഗീകരിക്കുന്നതിനാൽ ഇന്നത്തെ ദിനത്തിന് കുറച്ചേറെ എരിവും പുളിയും ഉണ്ടാകും. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പിരിമുറുക്കത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ കുറച്ചു സമയം കണ്ടെടുത്ത് പങ്കാളിയുമൊത്ത് ചിലവഴിക്കുവാനും അതുവഴി നിങ്ങളുടെ സ്നേഹത്തിന് വീണ്ടും ഊർജം നൽകുവാനും ഇന്ന് നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധം ഇതിലും മെച്ചമായിരുന്നിട്ടില്ല.
അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുമിച്ചുള്ള സമയം ആസ്വദിക്കുക. Gemini. Career. ജോലിയിലെ സമ്മർദ്ദം കുറയ്ക്കുവാനായി നിങ്ങൾ കഠിനാധ്വാനിയാകേണ്ടുന്ന, ആത്മാർത്ഥത കാണിക്കേണ്ടുന്ന, ക്ഷമയോടെ പെരുമാറേണ്ടുന്ന, സത്യസന്ധമായിരിക്കേണ്ടുന്ന സമയം ആഗതമായിരിക്കുന്നു. നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിനും ഗുണകരമായേക്കും. നിങ്ങളിൽ നിന്നുള്ള ഉൽപാദനക്ഷമതയുടെ കുറവ് മാനേജ്മെന്റ് ശ്രദ്ധിക്കും. അത് തെറ്റിദ്ധാരണകൾക്ക് കാരണമാക്കും. കഠിനാധ്വാനം ചെയ്യുക, അത് നിങ്ങളെ ബഹുദൂരം മുന്നോട്ട് നയിക്കും. Gemini. Finance. ഈയിടെ നിങ്ങൾ ചെയ്ത അമിതവ്യയത്തിന്റെ പരിണിത ഫലങ്ങൾ നിങ്ങൾ ഇന്ന് അനുഭവിക്കും. നിങ്ങൾ വാങ്ങിയ ആ ആഡംബര വസ്തു നിങ്ങളുടെ ബജറ്റിലില്ലാത്തതായിരുന്നു. എന്നാലും നിങ്ങൾ വാങ്ങിപ്പോയി. നിങ്ങളുടെ സാമ്പത്തിക വീക്ഷണം ഒന്നുകൂടി തിരുത്തുക. എന്നിട്ട് മുന്നോട്ടു പോകുക. വാങ്ങലുകാരന്റെ ആ പശ്ചാത്താപത്തിൽ മാത്രം ഇന്ന് മുഴുകാതിരിക്കുക. Gemini. Health. അമിതഭാരം ഇന്ന് അസുഖങ്ങൾക്ക് കാരണമാകും. കഴിവതും വേഗം ശരീരഭാരം കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ തിരഞ്ഞ് ഭാവിയിൽ വരാവുന്ന അസുഖങ്ങളെ തടയുകയും ചെയ്യും. കഴിയുമെങ്കിൽ നിങ്ങൾ ആസ്വദിക്കൂ. എന്തെങ്കിലും ശാരീരിക പ്രവൃത്തികളിൽ ഏർപ്പെടുക. പൊണ്ണത്തടി നിങ്ങളെ അസുഖങ്ങൾക്ക് പാത്രമാക്കുന്നത് കൂടാതെ അത് നിങ്ങളുടെ മൂഡ് മോശമാക്കുകയും നിങ്ങളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുകയും ചെയ്യുമെന്നത് ഓർക്കുക. Cancer. Overview. നിയമപ്രശ്നങ്ങളെല്ലാം തുടച്ചു നീക്കുക. അടിപിടിയിലോ പ്രശ്നത്തിലോ ഉൾപ്പെട്ടതിന്റെ അടയാളമുണ്ടാവും. പ്രയാസകരമായ കാര്യങ്ങൾ വളരെ തന്ത്രപരമായി സാധൂകരിക്കാൻ സാധിക്കുമെന്ന് കരുതിയേക്കാം. Cancer. Romance. നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ഇന്നത്തെ ദിനം വിജയമായിരിക്കും. അങ്ങനെ സ്നേഹത്തിനെ നിങ്ങളുടെ ബന്ധത്തിന്റെ നട്ടെല്ലാക്കി വളർത്തുവാനുള്ള നിങ്ങളുടെ പ്രയത്നവും സാഫല്യമാകും. എന്നിരുന്നാലും ഈ ശുഭാവസ്ഥ നിലനിർത്തുവാനും വിജയിപ്പിക്കുവാനും ഇരുകൂട്ടരുടെയും സംയുക്ത പ്രവർത്തനങ്ങൾ വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ട പിന്തുണ നൽകുവാനും എന്ത് ചർച്ചകളാണെങ്കിലും തുറന്ന മനസ്സോടെ ചെയ്യുവാനും മറക്കരുത്. Cancer. Career. എന്തും നേടുമെന്ന ഇന്നത്തെ മനോഭാവം മൂലം ഇന്ന് നിങ്ങൾ കണക്കുകൂട്ടിയിട്ടുള്ള റിസ്ക് എടുക്കുവാനും ചെറിയ തടസ്സങ്ങളെ നിഷ്പ്രയാസം കടന്നു കയറുവാനും നിങ്ങളെ പ്രാപ്തമാക്കും. തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് നേരിടും. ചെറിയ പരാജയങ്ങൾ പോലും നിങ്ങൾ പഠനാനുഭവങ്ങളാക്കി മാറ്റും. നേരിടുവാനാകാത്ത തടസ്സങ്ങളാണ് തോന്നുന്നുവെങ്കിൽ പുതിയ രീതികൾ പരീക്ഷിക്കും. Cancer. Finance. നിങ്ങൾക്കിന്ന് പണത്തിന്റെ കാര്യത്തിൽ ഇത്തിരി മറവി കൂടുതലുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ചിലവിന്റെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. ഞാനിപ്പോൾ ബാങ്കിൽ നിന്നും പണം എടുത്തതല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ സത്യത്തിൽ നിങ്ങൾ ചെറിയ അനാവശ്യ വസ്തുക്കളുമായി പണം വിനിയോഗിക്കുകയാണ്. അതിന്റെ കണക്കുകൾ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം എഴുതി വയ്ക്കുന്നത് തുടങ്ങുവാനുള്ള ദിനമാണിന്ന്. Cancer. Health. നിങ്ങളുടെ സ്വാസ്ഥ്യസ്ഥിതി ഇന്ന് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പെരുമാറ്റവും വളരെ ഉയർന്ന നിലയിലായിരിക്കും. നിങ്ങളുടെ നല്ല ശാരീരിക അവസ്ഥയ്ക്ക് നന്ദി. ഇന്നത്തെ ദിനം ആനന്ദിക്കുക. അടുത്തുള്ള ജിമ്മിലേക്ക് നടക്കുക. നിങ്ങൾക്ക് ചുറ്റിലുമുള്ള സാഹചര്യങ്ങളെ മുതലെടുക്കുവാൻ പറ്റിയ ശാരീരിക മാനസിക അവസ്ഥയിലാണ് നിങ്ങൾ. മടിക്കണ്ട, ഉടനാകട്ടെ. Leo. Overview. നിങ്ങളുടെ നിഷ്പക്ഷത അംഗീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ആളിനെ പറ്റിയുള്ള നിങ്ങളുടെ കരുതൽ എങ്ങനെയാണ് എന്നുള്ള അറിവും അംഗീകരിക്കപ്പെടുന്നു. ഇന്ന് നിങ്ങൾ നൽകുന്ന ഈ സുഹൃത്ത് ബന്ധം നിങ്ങളുടെ സുഹൃത്തിന് നല്ലതിന്റെ ഒരു ലോകം തന്നെ സമ്മാനിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഈ കുരുന്നു ഭാവിയിൽ തിരിച്ചും നൽകപ്പെടും. Leo. Romance. അനുരാഗം തുളുമ്പുന്ന എഴുത്തുകൾ ഒട്ടുദൂരെയുള്ള ഒരു വ്യക്തിയുമായി നിങ്ങൾ കൂടെ കൂടെ നടത്തുന്നുവെന്ന് ഇന്ന് നിങ്ങൾക്ക് കാണാം. പല തടസ്സങ്ങളുമുള്ള ഇത് ഏത് വഴിക്ക് തിരിയുമെന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. അത് അതിന്റെ ആ വഴിക്കെങ്ങനെ പോയിക്കൊള്ളട്ടെ, എത്തേണ്ടിടത്ത് എത്തിക്കോട്ടെ. നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ഇത് നിർത്തിവെക്കണമെന്ന് ഒരു സൂചനയുമില്ല. ഒന്നുമില്ലെങ്കിലും അത് നിങ്ങളുടെ ചക്രവാള സീമകളെ ഒട്ടേറെ വിപുലീകരിക്കുവാനെങ്കിലും ഉപകാരപ്പെടും. Leo. Career. നിങ്ങൾ ഇന്ന് വിവിധ പദ്ധതികൾക്ക് വേണ്ടി കുറച്ച് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജാലവിദ്യ കാട്ടിയിരിക്കണം. നിങ്ങൾക്ക് ചെറിയ തരത്തിലുള്ള തളർച്ചയുണ്ടെങ്കിൽ ഇതിനായുള്ള പന്തുകളെല്ലാം വായുവിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഈ അധിക സമയമുള്ള ജോലി നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ് എന്നതിനൊപ്പം ഈ സമയം നിങ്ങളാൽ ഉണ്ടാക്കിയ ലാഭം ഈ സമയം വർദ്ധിച്ചത് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കും. Leo. Finance. നിങ്ങളുടെ ക്രിയാത്മകത നിങ്ങൾക്ക് സാമ്പത്തിക രംഗത്ത് വിജയിക്കാൻ ഒരവസരം നൽകും. അനുഭവ സമ്പത്തുള്ള സഹപാഠികളുടെ അടുത്തു നിന്നും ലഭിക്കുന്ന ആശയങ്ങൾ ഒരു അധിക ബോണസ് ആയിരിക്കും. എഴുത്തുകാർക്ക് അവരുടെ പദ്ധതികൾക്ക് അവസാന രൂപം നൽകുന്നതിന് നല്ല ദിനമാണ്. നിങ്ങളെ തേടിയെത്തുന്ന സാമ്പത്തിക സന്ദർഭങ്ങൾ കഴിയുന്നത്ര ഉപയോഗപ്പെടുത്തുക. അത് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ ഒരവസരം നൽകും.
അതിൽ നിന്നും മികച്ചത് തിരഞ്ഞെടുക്കുക എന്നത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ലിയോ ഹെൽത്ത്. ഒരു വിഷാദ ചായ ഇന്ന് നിങ്ങളെ വിഴുങ്ങും. ഈ വിഷാദത്തിൽ നിന്നും പുറത്തു കടക്കുവാനായി നിങ്ങൾക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യുക. ഒരു പുസ്തകം വായിക്കാം, പഴയ ഒരു സുഹൃത്തുമായി സല്ലപിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി നടക്കാം. വെർഗോ ഓവർവ്യൂ. മതത്തിന് താങ്കളുടെ ജീവിതത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആധ്യാത്മികത തന്നെ പ്രേരിപ്പിക്കും. എന്നിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞുനോട്ടം നന്മകളെയും നേട്ടങ്ങളെയും കണ്ടെത്താൻ സഹായിക്കുന്നതോടൊപ്പം ആധ്യാത്മിക സന്തോഷവും പ്രദാനം ചെയ്യും. വെർഗോ റൊമാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളെ നല്ലവണ്ണം മനസ്സിലാക്കുന്ന ഒരാളെ അന്വേഷിക്കും. നിങ്ങളുടെ വൈകാരികാവസ്ഥ കൈകാര്യം ചെയ്യാവുന്ന നിങ്ങളുടെ അമിത വികാരങ്ങൾക്കെതിരായി ശബ്ദമുയർത്താത്ത ഒരാളെ നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾ ആരാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന ഒരാളെ തിരയുക. അല്ലാതെ നിങ്ങൾ മാറ്റിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളെയല്ല. അങ്ങനെയെങ്കിൽ അത് ചെയ്തതിൽ പിന്നീട് നിങ്ങൾ സന്തോഷിക്കും. വെർഗോ കരിയർ. ഒരു പുതിയ ജോലിക്കുള്ള അവസരം ഇന്ന് നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ ജോലി മാറ്റത്തിനായി ശ്രമിക്കുകയല്ലായിരുന്നിരിക്കാം. അപ്പോഴായിരിക്കാം എവിടെ നിന്നറിയാതെ ഇങ്ങനെ ഒരു അവസരം വന്നു ചേർന്നത്. ഈ പുതിയ അവസരത്തിന്റെ നാനാഭാഗങ്ങളും നന്നായി പരിശോധിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാപനത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും വിട്ട് ഇവിടേക്ക് ചേക്കേറുന്നതുകൊണ്ടുണ്ടായേക്കാവുന്ന ഗുണദോഷങ്ങളും പഠിക്കുക. നിങ്ങളുടെ ദീർഘകാല ഔദ്യോഗിക ലക്ഷ്യങ്ങൾ ഇതിനായി മാർഗദർശമാക്കുക. വെർഗോ ഫൈനാൻസ്. വിദേശത്തുള്ള അല്ലെങ്കിൽ ദൂരദേശങ്ങളിലുള്ള ആളുകളുമായി ബന്ധമുള്ള വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് സാമ്പത്തിക കാര്യത്തിൽ ഗുണമുണ്ടാകാവാനാണ് സാധ്യത. അവരെ തേടി ഇന്ന് പുതിയ അവസരങ്ങളെത്തും. അതിനു മുകളിലേക്ക് ചാടി വീഴുക. ഈ നല്ല കാലം ഒരുപക്ഷെ നിങ്ങൾക്ക് അധികം നീണ്ടു നിൽക്കില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കുക. വെർഗോ ഹെൽത്ത്. നിങ്ങൾക്ക് ഈയിടെയായി ശ്വാസോച്ഛ്വാസ സംബന്ധിയായ അസുഖങ്ങളുണ്ടെങ്കിൽ ഇന്ന് അതിനെക്കുറിച്ച് ശമനമുള്ളതായി നിങ്ങൾക്ക് തോന്നും. ഈ പ്രത്യേക പ്രശ്നം നിങ്ങളെ കുറച്ചു കാലമായി ശല്യപ്പെടുത്തുന്നതിനാൽ ഇത് തികച്ചും സ്വാഗതാർഹമായിരിക്കും. അസുഖ ലക്ഷണങ്ങൾ ഇപ്പോഴും വന്നും പോയും കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക. അല്ലെങ്കിൽ ഈ പുരോഗതിയിലുണ്ടായ ശാന്തിയിൽ സന്തോഷമായിരിക്കുക. ലിബ്ര ഓവർവ്യൂ. ഇന്ന് ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന് കാണുന്നു. പെട്ടെന്ന് ലാഭമുണ്ടാക്കുവാൻ എന്തെങ്കിലും ഹ്രസ്വകാല പദ്ധതിയിൽ നിക്ഷേപിക്കുക. എന്നാൽ യാഥാസ്ഥിതിക മനസ്സോടെ നിക്ഷേപങ്ങൾ നടത്തുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് ഗുണകരം. ലിബ്ര റൊമാൻസ്. വിവാഹം കഴിയാത്തവർ കൂടെ ജോലി ചെയ്യുന്നവരിൽ ആരെങ്കിലുമോടെ വിവാഹ അഭ്യർത്ഥന നടത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കുറച്ചുകൂടി ക്ഷമ കാണിക്കുന്നത് നല്ലതാണ്. എടുത്തു ചാടുന്നതിന് മുമ്പേ ആ സുഹൃത്തിനെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കുക. മറുഭാഗത്തു നിന്ന് ഇതുപോലൊരു ആലോചന ഇങ്ങോട്ടും വന്നുകൂടായികയില്ല. ലിബ്ര കരിയർ. ഒരു സുപ്രധാന പദ്ധതി കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് നല്ല ഗുണമുണ്ടാകും. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ജോലി ചെയ്യുന്നവരെന്ന പോലെ മേലുദ്യോഗസ്ഥരും അഭിനന്ദിക്കും. ഇത് നിങ്ങളുടെ ഭാവിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇപ്പോഴത്തേതുപോലെ തുടരുക. പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനക്കയറ്റം നിങ്ങളെ തേടിയെത്തും. ലിബ്ര ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും ആ ലക്ഷ്യപ്രാപ്തിക്കായി പ്രവർത്തിക്കാനുമുള്ള സമയമായിരിക്കുന്നു. എന്ത് കഠിനാധ്വാനം വേണമെങ്കിലും എന്തൊക്കെ അപായങ്ങൾ ഉണ്ടെങ്കിലും അതിനായി പ്രവർത്തിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതും ഇന്ന് ശ്രമിക്കാം. പുതിയ നിക്ഷേപ സാധ്യതകളോട് പെട്ടെന്ന് ബുദ്ധിപൂർവ്വം പ്രതികരിക്കുക. സാമ്പത്തിക വിജയത്തിന്റെ അടിത്തറ എന്നാൽ കഠിനാധ്വാനവും കൗശലപൂർണമായ തീരുമാനങ്ങളുമാണെന്ന് ഓർത്തിരിക്കുക. ലിബ്ര ഹെൽത്ത്. ഇന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അവർക്കാവശ്യമുള്ള ആരോഗ്യ പരിശോധന നൽകുക. അവരുടെ പല്ലിന്റെ സംരക്ഷണം പൂർണ്ണമാണെന്നതും പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം എടുത്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഭാവിയിൽ വരാവുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കിതുവഴി ഇല്ലാതാക്കാം. സാധ്യതയുള്ള പ്രശ്നങ്ങൾ വെറുതെ കണ്ടില്ലെന്ന് നടിക്കരുത്. സ്കോർപിയോ ഓവർവ്യൂ. നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഈ അടുത്ത കാലത്തുണ്ടായ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഉപദേശകന്റെ സഹായത്തോടെ അത് മറികടക്കാൻ സഹായിക്കും. അതിനാൽ നീ കാര്യങ്ങൾ എല്ലാം നല്ലപോലെ മനസ്സിലാക്കുകയും അതുമാത്രമല്ല ഈ സമയമാണ് നിങ്ങൾക്ക് അറിയാവുന്നതും നിങ്ങളെ സംരക്ഷിക്കുന്നതുമായ ആളുകളുടെ ഉപദേശം തേടേണ്ടത്. നിങ്ങളുടെ മുൻപോട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ഭയപ്പെടേണ്ട കാര്യമില്ല. സ്കോർപിയോ റൊമാൻസ്. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഗാഢമാകുന്നു. ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി കൂടുതൽ ആഴവും അർത്ഥവുമുള്ള ബന്ധം ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ പങ്കാളിയോട് തുറന്നു പറയുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ
അവർ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അത് ഇരുചെവിയും തുറന്നു തന്നെ കേൾക്കുക. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നതിന് തുറന്ന മനസ്സോടെ ഇരിക്കുക. സ്കോർപിയോ കരിയർ. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഇന്ന് നിങ്ങൾ സുരക്ഷിതമായി വർത്തിക്കുകയാണെങ്കിലോ ആപൽക്കരമായവ നേരിടാൻ നിങ്ങൾ സ്വയം തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് അതിശയിക്കും. നിങ്ങൾക്ക് മുമ്പിൽ വിവിധ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ലഭിക്കും. അവയിൽ ചിലത് തികച്ചും സുരക്ഷിതവും ചിലവ കൂടുതൽ ആപൽക്കരവുമായിരിക്കും. ഇന്ന് നിങ്ങൾ എല്ലാ വശങ്ങളെയും ജാഗ്രതയോടെ വിലയിരുത്തുകയും ഓരോന്നും ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റവും മൂലയും ശ്രദ്ധയോടെ മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ തികച്ചും യൗവനത്തിലാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തൊഴിൽ രംഗത്ത് ഒരു വലിയ അവസരം ഏറ്റെടുക്കുന്നില്ല? സ്കോർപിയോ ഫൈനാൻസ്. ഈയിടെയായി നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്നതിനാൽ സാമ്പത്തിക രംഗത്ത് നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കുറച്ച് സാഹസം കാണിക്കുന്നതിലും തെറ്റില്ല. ഇതുവരെയും നിക്ഷേപത്തിന്റെ കാര്യത്തിലായാലും ചിലവുകളുടെ കാര്യത്തിലായാലും നിങ്ങൾ വളരെ യാഥാസ്ഥികനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തേക്ക് കടക്കുവാനും കുറച്ച് സാഹസികനാകാനും പറ്റിയ ദിനമാണിന്ന്. പെട്ടെന്ന് പണമുണ്ടാക്കുവാനുള്ള പദ്ധതികളിലേക്ക് എടുത്തു ചാടണ്ട. എന്നാൽ നിങ്ങളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിലേക്ക് കൂടുതൽ സാഹസികമെന്ന് തോന്നിക്കുന്ന ചില സ്റ്റോക്കുകൾ കൂടി ചേർക്കാം. ഇന്ന് അതിൽ നിന്നും ലാഭം ലഭിച്ചേക്കാം. സ്കോർപിയോ ഹെൽത്ത്. അമിത മാനസിക പിരിമുറുക്കം നിങ്ങളുടെ രക്തസമ്മർദ്ദം അനിയന്ത്രിതമായി ഉയർത്തുന്നതിനെതിരെ കരുതിയിരിക്കേണ്ട ദിനമാണ്. മനസ്സ് ശാന്തമായിരിക്കണം. അനാവശ്യ മാനസിക പിരിമുറുക്കങ്ങൾ എടുത്തണിയരുത്. കൂടാതെ നിങ്ങൾക്ക് പ്രമേഹത്തിന്റെ അസുഖമുണ്ടെങ്കിൽ ശാരീരിക സ്വാസ്ഥ്യത്തിനായി ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. സജിറ്റേറിയസ് ഓവർവ്യൂ. ഒരു കുടുംബം ആഘോഷം സൂചിപ്പിക്കുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് എല്ലാം മാറ്റിവെച്ച് പുറത്തുപോകാൻ പറ്റിയ സമയമാണ്. ഈ സന്ദർഭം ആഘോഷിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും പ്രശംസ അർഹിക്കുന്ന ദിവസമാണ്. സജിറ്റേറിയസ് റൊമാൻസ്. വിശിഷ്ടമായ ഒരു വ്യക്തിയെ ഇന്ന് നിങ്ങൾ വഴിയിലേക്ക് അയക്കും. ഇന്ന് കുറച്ചു സമയം വീട്ടിന് പുറത്ത് കഴിയുന്നുവെന്നും കൂട്ടുകൂടുന്നുവെന്നും ഉറപ്പാക്കുക. സാധ്യതയുള്ള ഈ പങ്കാളിയെ കണ്ടുമുട്ടുവാനുള്ള സാധ്യത ഇന്ന് കൂടുതൽ വർദ്ധിപ്പിക്കും. ഉന്മേഷത്തോടെ ഇരിക്കുക. നിങ്ങളുടെ പങ്കാളി അടുത്തു തന്നെ ഉണ്ടായിരിക്കാം. ഈ സമയത്തെ ഒരു പുതിയ ബന്ധമുണ്ടാകുമെന്ന് കാണുന്നു. സജിറ്റേറിയസ് കരിയർ. ഔദ്യോഗിക രംഗത്തിന് നിങ്ങൾ മുന്നേ അവഗണിച്ചിരുന്ന അവസരങ്ങൾ കൊണ്ട് നിറയുന്നത് കാണാം. അതിൽ ചിലത് നിങ്ങളുടെ ഇപ്പോഴത്തെ മേഖലയിൽ നിന്നും തികച്ചും വിഭിന്നമായിരിക്കാം. എന്നാൽ ഒന്നടുത്ത് നോക്കിയാൽ ഇതെല്ലാം വളരെ നല്ല അവസരങ്ങളാണെന്ന് മനസ്സിലാകും. നിങ്ങൾ എത്ര ദൂരം വിസ്തൃതമായി തിരയുന്നു അത്രയും കൂടുതൽ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. സജിറ്റേറിയസ് ഫൈനാൻസ്. നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് മതിച്ചുകൊണ്ടിരുന്ന ആ ധർമ്മസ്ഥാപനത്തിന് ദാനം ചെയ്യുവാൻ പറ്റിയ ദിനമാണിന്ന്. ഈ സംഭാവന നിങ്ങൾക്ക് താങ്ങാനാകുന്നത് തന്നെ. മാത്രമല്ല അത് സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്യും. ഇന്ന് ചെയ്യുന്ന ഈ സത്യപ്രവൃത്തി ഭാവിയിൽ നിങ്ങൾക്ക് അവിചാരിതമായ ഗുണങ്ങൾ വരുത്തും. സജിറ്റേറിയസ് ഹെൽത്ത്. നിങ്ങളുടെ നിർബന്ധപൂർവമുള്ള എന്നാൽ വികാര തീവ്രമായ കൈകാര്യം ചെയ്യൽ ഇന്ന് നല്ല സ്വാസ്ഥ്യത്തിനു വിലങ്ങുതടിയായി വരുന്നതെന്തിനേയും മറികടക്കും. ഇത് ജീവിതത്തിൽ ഒരു പുതുവസന്തം കൊണ്ടുവരും. ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിൽ നല്ലതിനായുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ശുഭചിന്ത നിങ്ങളുടെ ജീവിതത്തിനൊരു വഴികാട്ടിയാകുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ വലിയ പങ്കുണ്ട്. കാപ്രിക്കോൺ ഓവർവ്യൂ. വീട്ടിലേക്കായി നിങ്ങൾ വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് ഓർമ്മയുണ്ടോ? ഇന്ന് വീട്ടുകാര്യങ്ങളെല്ലാം പരിഹരിക്കാനുള്ള പറ്റിയ സമയമാണ്. നിങ്ങളുടെ സ്നേഹിതരെ നിങ്ങൾ സഹായിക്കുക. തുറന്ന മനസ്സോടെ അവസാന ദിനങ്ങൾ സന്തോഷവും സമാധാനവുമുള്ളമായി കാണപ്പെടും. കാപ്രിക്കോൺ റൊമാൻസ്. നിങ്ങൾക്കെല്ലാം സൗകര്യങ്ങളുള്ള മേഖലയിൽ നിന്ന് പുറത്തു കടക്കുവാനും പ്രേമത്തിനായി ഒരു ചാൻസ് എടുക്കുവാനും ഇന്ന് നിങ്ങൾ തയ്യാറാകും. സാധാരണ നിങ്ങൾ ഇങ്ങനെയുള്ള അപകടമായേക്കാവുന്ന അവസ്ഥയിലേക്ക് കടന്നു കയറുവാൻ മടിക്കുന്ന കൂട്ടത്തിലാണ്. എന്നിരുന്നാലും ഇന്ന് നിങ്ങൾ അതിന് തയ്യാറാകും. റിസ്ക് എടുക്കുന്ന വഴി മാത്രമേ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുകൂടി ഓർക്കുക. ഇതൊരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായുള്ള അനുരാഗം കൂടുതൽ സുദൃഢമാക്കിയേക്കാം. കാപ്രിക്കോൺ കരിയർ. നിങ്ങൾ ഒരു ജോലി മാറ്റത്തിനായി അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ തന്നെ മാറുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിൽ ഇതുവരേക്കും വിജയം കൈവരിക്കാനാകാതിരിക്കുകയും ആയിരുന്നുവെങ്കിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ന് നിങ്ങളുടെ സഹായത്തിനായി എത്തും. ഈ സഹായം നന്ദിയോടെ സ്വീകരിക്കുക. കാരണം നിങ്ങൾ എവിടെ ഉദ്ദേശിക്കുന്നുവോ അവിടേക്കെത്തുവാൻ ഇത് സഹായിക്കും. ഔദ്യോഗിക രംഗത്തെ വാതിലുകൾ കൊട്ടിയടക്കരുത്. കാപ്രിക്കോൺ ഫൈനാൻസ്. നിങ്ങൾ എന്തെങ്കിലും നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ അതിനായി വളരെയധികം പണം ചിലവഴിക്കും.
ഇന്ന് അതൊരു വലിയ അടി തന്നെയാണ്. എന്നാൽ നിരാശപ്പെടേണ്ട, അത് നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ കാര്യമായി കോട്ടം തട്ടിക്കില്ല. എല്ലാവരുടെയും മാനസിക പിരിമുറുക്കം ഒഴിവാക്കുവാനെങ്കിലും ഈ നിയമയുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുവാനുള്ള നിങ്ങളുടെ ശ്രമം തുടരുക. Capricorn, health. നിങ്ങളുടെ അടുത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും മുന്തിയ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന ആഗ്രഹം ഇന്ന് നിങ്ങളിലുണ്ടാകും. നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും പ്രശസ്തമായ ഇടങ്ങളിൽ പോയി ഭക്ഷണം ആസ്വദിക്കാൻ നിങ്ങൾ ഇന്ന് മുതിരും. അവിടെ നിന്നും സ്വാദിഷ്ടമായത് കഴിക്കുവാനും ഇങ്ങനെയുള്ള അവസ്ഥകൾ കൂടെ കൂടെ വരില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പിന്തിരിയാതെ ആസ്വദിക്കുക. ഇങ്ങനെയൊരു ആനന്ദം ലഭിച്ചത് നിങ്ങൾ അകത്താക്കുന്ന അമിത കലോറിയെ ഇല്ലാതാക്കിക്കൊള്ളും. Aquarius, overview. നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ചില സുഹൃത്തുക്കളും ബന്ധുക്കളും വിദേശത്ത് താമസക്കാരായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക. ചിലപ്പോൾ അപ്രതീക്ഷിതമായി ചില അതിഥികൾ വന്നേക്കാം. മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അവധിക്കാലത്ത് വിദേശത്തേക്ക് പോകുവാൻ വരെ അവസരം ലഭിച്ചേക്കാം. Aquarius, romance. നിങ്ങൾ ഒരു മാതാവോ പിതാവോ ആണെങ്കിൽ വിവാഹം കഴിഞ്ഞ നിങ്ങളുടെ മക്കളുടെ അതിർത്തികളെക്കുറിച്ച് ആലോചിക്കുകയായിരിക്കും. ഇന്ന് നിങ്ങൾ ഉപദേശിക്കുന്ന സ്നേഹം മൂലമാണെന്നും നല്ല ഉദ്ദേശത്തോടെയാണെന്നുമാണ് നിങ്ങളുടെ വിചാരം. എന്നാൽ കുട്ടികളുടെ മേൽ അതിന്റെ ഫലം തികച്ചും വിപരീതമായിരിക്കും. കുട്ടികളുടെ വിവാഹത്തിന്റെ കാര്യത്തിലായാൽ ബഹുമാനപുരസ്കരമായ ഒരകലം വയ്ക്കുന്നത് നല്ലതാണ്. Aquarius, career. തൊഴിൽദാതാക്കൾ, പ്രത്യേകിച്ച് ചെറിയ വ്യാപാരങ്ങൾ നടത്തുന്നവർ, ഇന്ന് അവരുടെ തൊഴിലാളികളുമായി പ്രശ്നങ്ങളുണ്ടെന്ന് സ്വയം കണ്ടെത്തിയേക്കാം. എങ്കിലും നിങ്ങൾ പ്രേരണയാൽ വിഷമത്തിലായേക്കും. തത്കാലം എതിരായ തീരുമാനങ്ങൾ എടുക്കുന്നത് വേണ്ടെന്ന് വെക്കുക. ഇന്ന് സാമ്പത്തിക മേഖലയിലെ പ്രവർത്തിക്കുന്നവർ ലക്ഷ്യം കൈവരിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നു. Aquarius, finance. പുതിയ സംരംഭങ്ങളിൽ നിന്നും ഇന്ന് ലാഭം കാണുന്നു. പ്രത്യേകിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും എന്തെങ്കിലും സഹായം ലഭ്യമാണെങ്കിൽ കുറച്ചു കാലമായി ആലോചനയിലുണ്ടായിരുന്ന ആ ആശയം പ്രാവർത്തികമാക്കുവാൻ പറ്റിയ ദിനമാണ്. നിങ്ങൾ അതിനായി ഇന്ന് പ്രവർത്തിച്ചു തുടങ്ങുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ലാഭമുണ്ടാകും. പ്രവൃത്തി ക്രമമില്ലാത്ത രീതിയിലാകരുത്, കാരണം അത് പ്രാവർത്തികമാക്കുവാൻ വളരെയധികം കഠിനാധ്വാനം വേണമെന്നത് തന്നെ. Aquarius, health. വഴിയിലിറങ്ങുമ്പോൾ വളരെ കരുതലോടെ ഇരിക്കുക. കഴിയുമെങ്കിൽ ഇന്ന് വണ്ടി ഓടിക്കാതിരിക്കുക. യാത്രകൾക്ക് തികച്ചും അനുകൂലമല്ലാത്ത ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന യാത്രകളെല്ലാം ഒഴിവാക്കുക. പിന്നീട് ദുഃഖിക്കുന്നതിനേക്കാൾ മുൻകൂട്ടി സുരക്ഷ നേടുന്നതാണ് നല്ലത്. Pisces, overview. നിങ്ങൾക്ക് കുറച്ച് അറിവ് ലഭിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളെ കാണാൻ വരുന്ന ആരിൽ നിന്നോ നിങ്ങൾ വായിക്കുന്ന ബുക്കിൽ നിന്നോ ആണ്. ഇത് നിങ്ങളുടെ വ്യക്തിപരവും ഔദ്യോഗികപരവുമായ മേഖലയിൽ പ്രയോജനകരമായിരിക്കും. നിർദ്ദേശങ്ങൾക്ക് തിരിയുന്നവർക്ക് നിങ്ങളും ഒരു നല്ല നിർദ്ദേശകനായി നിർദ്ദേശം പകർന്നു കൊടുക്കണം. Pisces, romance. ഇന്ന് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തെറ്റിദ്ധാരണയോ വാക്കുതർക്കമോ ഉണ്ടായേക്കാം. അത് തീർന്നു കിട്ടുവാനായി കുറച്ച് സമയമെടുത്തേക്കാം. ഈ പ്രശ്നം വരുന്നത് മുൻകൂട്ടി കാണാത്തതിൽ നിങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ടായേക്കാം. എന്നിരുന്നാലും നിങ്ങൾ പങ്കാളിയുമായി ഒരു തുറന്ന സംസാരത്തിന് ഒരുക്കൂട്ടുകയാണെങ്കിൽ പ്രശ്നം താരതമ്യേന രമ്യമായി തന്നെ തീരുന്നതായി കാണാം. സംസാരിച്ച് പ്രശ്നം തീർക്കുവാൻ ഭയക്കേണ്ട. Pisces, career. ഭാവിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്ന് പൊതുവെ ശുഭാപ്തി വിശ്വാസമുണ്ടാകും. നിങ്ങളുടെ പക്കൽ ഇപ്പോൾ ഒരുപാട് സാധ്യതകൾ ഉള്ളതിനാൽ സത്യത്തിൽ നിങ്ങളിപ്പോൾ എന്താണിത് സ്വീകരിക്കേണ്ടതെന്നാണ് ആശയക്കുഴപ്പം. വരുന്ന ജോലി അതേതായാലും അതേപോലെ സ്വീകരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം ശരിയായ കാൽവെപ്പോടെ തന്നെ തുടങ്ങണമെന്നില്ല. Pisces, finance. സാമ്പത്തിക മേഖലയിൽ പുരോഗതിക്കായുള്ള നിങ്ങളുടെ ദീർഘകാലത്തെ ഇച്ഛ ഇന്ന് പൂർത്തിയാകും. ഇത് ഒരു ഉയർച്ച അല്ലെങ്കിൽ ബോണസ് എന്ന നിലയിൽ നിങ്ങളെ തേടിയെത്തും. ഇത് നിങ്ങളെയും നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെയും കൂടുതൽ ഉത്തേജിപ്പിക്കുക മാത്രമല്ല, ഔദ്യോഗിക രംഗത്ത് കൂടുതൽ പുതുമകൾ പരീക്ഷിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹം ജനിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഉയർച്ചയ്ക്കായി കൗശലപൂർണമായ എന്തെങ്കിലും ആശയങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്കാകുന്നുവെങ്കിൽ അത് നിങ്ങൾക്കും ലാഭകരമായി തീരും. Pisces, health. ഹൃദയ സംബന്ധമായി അല്ലെങ്കിൽ രക്തസമ്മർദ്ദങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ പുതിയ ചികിത്സ ഉത്സാഹജനകമായ പ്രതികരണം നൽകും. ദീർഘനാളായി നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതായി ഒരു തോന്നൽ നിങ്ങളിലുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചികിത്സ തുടരേണ്ടതും ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതും വറുത്തതും അനാവശ്യങ്ങളുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതും ആവശ്യമാണ്.